അവനെ തൂക്കി കൊല്ലണം. ശിക്ഷിച്ച ജീവപര്യന്തം കൊടുത്ത് അവരെ ഇറക്കി കൊണ്ടുവരിക, അവര് മാന്യരായിട്ട് പിന്നെയും ജീവിക്കാം. ആ കൊച്ചന് എത്ര വേദന അനുഭവിച്ചോ ആ വേദന അവനും അറിയണം. കൊന്നുകളഞ്ഞേക്കണം അങ്ങോട്ട്. എനിക്ക് എന്റെ കയ്യിൽ ഇത്ര ചെറിയൊരു കൊച്ചുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ കൊച്ചെന്തോ എന്നെ പ്രസവിച്ച അമ്മയാണ് ഈ കറിയുന്നത്. ഇനിയും ഇതേപോലെ ഒരുപാട് അപവാദം കരയും. ആ അച്ഛനമ്മയും കാണലേ ഉള്ളൂ തൂക്കിക്കൊള്ളണം. അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം. 6 വയസ്സുകാരന്റെ കൊലപാതക വാർത്തയുടെ ഞെട്ടിൽ നിന്ന് ഇനിയും മുക്തരായിട്ടില്ല തൃശൂർ മാളയിലെ കുടൂരിലുള്ളവർ. 6 വയസ്സുകാരനെ 23-കാരനായ ജോജോ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇന്നലെയാണ്. ഇന്നലെ വൈകിട്ടോടെ വീട്ടിൽ നിന്ന് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ ഇറങ്ങിയതാണ് ആ UKG വിദ്യാർത്ഥി. അവധിക്കാലമാണ്, അതുകൊണ്ട് തന്നെ അവൻ കൂട്ടുകാർക്കൊപ്പം കളിച്ച് ഉല്ലസിക്കുകയായിരുന്നു. ഇതിനിടെയാണ് നരാധമന്റെ കണ്ണിലെ കുഞ്ഞുടക്കിയത്. ഈ ജോജോ ആ കുഞ്ഞുങ്ങൾക്കരികെ കാത്തുനിന്നു. എന്നിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, വാ നമുക്ക് ചൂണ്ടയിടാമെന്ന്. 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഇവൻ വിളിച്ചപ്പോൾ ആ കുഞ്ഞ് ഇവനൊപ്പം പോയി. വീടിന് സമീപത്തെ കുളത്തിനരികിലേക്കാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയത്. അവിടെ യാതൊരു ആളനക്കവും ഇല്ലാത്ത പ്രദേശമാണ്. എന്തായാലും ആരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ കുഞ്ഞിനെ അവൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു. ആ കുഞ്ഞിനെ അതിന് പ്രേരിപ്പിച്ചു. ഇവൻ അതേക്കുറിച്ച് ഇന്ന് തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ആ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പ്രേരിപ്പിച്ചു. കുഞ്ഞിന്റെ വസ്ത്രം അഴിച്ചപ്പോൾ 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലായില്ലെങ്കിലും എന്തോ തന്നോട് മോശമായി ഇയാൾ പെരുമാറുകയാണ് എന്ന് തോന്നിക്കാണും. അവൻ അവിടെ നിന്ന് കുതിറിമാറാൻ ശ്രമിച്ചു. ഞാൻ എന്റെ അമ്മയോട് പോയി പറയുമെന്നും പറഞ്ഞു. ഇത് പണിയാകുമെന്ന് ജോജോയ്ക്ക് മനസ്സിലായി. ഇതോടുകൂടി അവൻ ആ പിഞ്ചു കുഞ്ഞിന്റെ വായും മൂക്കും ഒക്കെ പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ ആ കുളത്തിലേക്ക് തള്ളിയിട്ടു. 3 പ്രാവശ്യമാണ് ഇവൻ ആ കുഞ്ഞിനെ കുളത്തിലേക്ക് തള്ളിയിട്ടത്. അപ്പോഴെല്ലാം ആ കുഞ്ഞ് അവിടെ നിന്ന് നീന്തി കയറി വന്നു. ഏറ്റവും ഒടുവിൽ ആ കുഞ്ഞിന്റെ കഴുത്തിന് ചവിട്ടി പിടിച്ച് ഇവൻ ആ വെള്ളത്തിലേക്ക് മുക്കുകയായിരുന്നു. ആ കുഞ്ഞ് അവിടെ കിടന്ന് പിടയുന്നത് താൻ നോക്കി നിന്നു എന്ന് യാതൊരു കൂസലുമില്ലാതെ ഈ ദുഷ്ടൻ ഇന്ന് പോലീസിനോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞ് കൈകാലുകളിട്ട് അടിക്കുന്നത് അവൻ നോക്കി നിന്നത്ര. മരണം ഉറപ്പാക്കിയ ശേഷമാണ് ഇവൻ അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും കളിക്കാൻ പോയ കുഞ്ഞാണ്. ഒരു സമയം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ഇതോടുകൂടിയാണ് ആ കുടുംബം ഉടനടി പോലീസിനെ അറിയിച്ചത്, പോലീസിൽ പരാതിപ്പെട്ടത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തേക്ക് തിരിച്ചു. നാട്ടുകാർ ഇതിനോടകം തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഈ നാട്ടുകാർക്കൊപ്പം ഈ കുഞ്ഞിനെ തിരയാനും കൂടിയിരുന്നു ഈ സാമദ്രോഹി, ഒന്നും അറിയാത്തവനെ പോലെ. പക്ഷെ നാട്ടുകാരിൽ ചിലർ പോലീസ് എത്തിയപ്പോൾ പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങൾ ഈ കുഞ്ഞിനെ അവസാനമായി കണ്ടത് ഇവനോടൊപ്പമാണ് എന്ന്. പക്ഷെ പോലീസ് ആദ്യം ചോദിച്ചപ്പോൾ ഇവൻ ജോജോ പറഞ്ഞത്, ഞാൻ ആ കുഞ്ഞിനെ കണ്ടിരുന്നു, പക്ഷെ അതിനുശേഷം അവൻ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോഴേക്കും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ആ CCTV ദൃശ്യത്തിൽ ഈ കുഞ്ഞ് ഇവനോടൊപ്പം റോഡിലൂടെ ഓടിപ്പോകുന്നത് വ്യക്തമായിരുന്നു. ഇതോടുകൂടി പോലീസ് ഈ ജോജോയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. ആദ്യമൊക്കെ ജോജോ പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിന്നു. പക്ഷെ പിന്നീട് കള്ളം വെളിച്ചത്തായി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന നിലയിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹവും കണ്ടെത്തി. ഇന്ന് ഈ പ്രതിയെ സ്ഥലത്ത് തെളിവെടുപ്പിന് എത്തിച്ചിരുന്നു. നാട്ടുകാരൊക്കെ ആക്രോശിച്ച് പാഞ്ഞെടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവനെ വിട്ടു തരൂ എന്നായിരുന്നു ആ നാട്ടുകാർ വിളിച്ചു പറഞ്ഞിരുന്നത്. കുഴൂരിലെ ജനങ്ങൾക്ക് സല്യൂട്ട് അടിക്കാൻ തോന്നുന്ന നിമിഷമായിരുന്നു അത്. കാരണം പോലീസുകാർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ നിയമത്തിന്റെ വഴിയെ പോകണം, അത് അങ്ങനെ പറ്റൂ. പക്ഷെ നാട്ടുകാർ പരമാവധി പിടിച്ചു നിന്നു. പക്ഷെ എന്നിട്ട് ഇവനെ കണ്ടപ്പോൾ അവർക്ക് സാധിച്ചില്ല. കൂട്ടമായി എത്തിയ നാട്ടുകാർ ഇവന് നേരെ കല്ലുകൾ പെറുക്കി എറിഞ്ഞു. ഇവന്റെ മുഖത്തേക്ക് അടിക്കാൻ ശ്രമിച്ചു. പോലീസ് വളരെ പണിപ്പെട്ടിട്ടാണ് 7 മിനിറ്റ് നേരം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങിയത്. വൻ പോലീസ് സന്നാഹത്തിലാണ് ഈ പ്രതി അവിടെ തെളിവെടുപ്പിന് എത്തിച്ചത്. അമ്മമാരും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ ഈ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ആ നാട്ടിലെ ജനങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അമ്മമാരൊക്കെ കരയുകയായിരുന്നു. കാരണം ഈ കുഞ്ഞിന്റെ അമ്മയുടെ നിലവിളി റോഡിൽ കേൾക്കുക. ആ കുഞ്ഞിനെ ഇത്രയധികം വളർത്തിയെടുക്കാൻ ആ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ആ അച്ഛനും അമ്മയും ആ കുഞ്ഞിനെ വളർത്തിയത്. എന്നിട്ട് ഏതോ ഒരുത്തന്റെ കാമഭ്രാന്ത് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്റെ സൂക്കീട് മാറ്റാൻ വേണ്ടി ഈ കുഞ്ഞിനെ പ്രേരിപ്പിച്ചു. ഒടുവിൽ ജീവന് വേണ്ടി പോരാടി അവസാനം ആ കുഞ്ഞ് മരണത്തെ പുൽകുകയായിരുന്നു. എന്ത് പറഞ്ഞിട്ട് ആ അമ്മ ആശ്വസിക്കും? നമുക്കും കുഞ്ഞുങ്ങൾ ഉള്ളതല്ലേ? നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നത് കൊണ്ടാണ് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ അന്നവനെ കൊലപ്പെടുത്തിയത്. ആ മനുഷ്യൻ 2 ദിവസം മുൻപാണ് മരിച്ചത്. ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കരുത് എന്നായിരുന്നു ശങ്കരനാരായണൻ ഒരിക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. തുടക്കത്തിൽ ആ അമ്മമാര് പറഞ്ഞതുപോലെ അവനെയൊക്കെ കൊന്നുകളണം, അല്ലെങ്കിൽ തൂക്കിലേറ്റണം. നീതിന്യായ വ്യവസ്ഥയിൽ അത്തരം ഒരു വകുപ്പില്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വരണം. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ വെച്ച് ഇവനൊക്കെ ഇഞ്ചിഞ്ചായി ചാകുന്നത് കാണണം. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വന്നാൽ ഇതിനൊക്കെ ഒരു അറുതി വരും.